ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാവട്ടെ. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം നേർന്നുകൊണ്ട് വലിയ നോമ്പിൻ്റെ 2025 രണ്ടാം പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നതും പഠിപ്പിക്കുന്നതും ചിന്തിപ്പിക്കുന്നതും, മകനെ മകളെ, നീ നിന്നിലേക്ക് തന്നെ ഈ പ്രഭാതത്തിൽ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നിൻ്റെ ഈ നോമ്പ് കുറച്ചുകൂടി മെച്ചപ്പെട്ടതാക്കാൻ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുകയാണ്. അതിന് തക്കവിധം പരിശുദ്ധാത്മാവ് വേദപുസ്തകത്തിൽ സങ്കീർത്തനം 23 2 തിരുവചനം സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്ക് നടക്കുവാൻ ആഹ്വാനം ചെയ്യുകയാണ്. കുത്തൊഴുക്കുള്ളതോ കലങ്ങി മറിഞ്ഞതോ ഒഴുകുന്നതുമായ ജലാശയത്തിലേക്കല്ല. അങ്ങനെയുള്ള ജലാശയത്തിൽ എന്താണ് സംഭവിക്കുക? മറിച്ച് സ്വസ്ഥതയായി കണ്ണുനീർ പോലുള്ള ജലത്തിലേക്ക് നമ്മൾ എത്തി നോക്കിയാൽ നമുക്ക് നമ്മളെ തന്നെ കാണാൻ സാധിക്കും. ആയതുകൊണ്ട് കുറച്ചുകൂടി എൻ്റെ ജീവിതത്തെ മെച്ചപ്പെടുത്തുവാനും 2025 ഈ നോമ്പിൻ്റെ ദിവസം കുറച്ചുകൂടി നമ്മുടെ കുറവും ബലഹീനതകളും തിരിച്ചറിഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുകയാണ്. മകനെ മകളെ, നിൻ്റെ കുറവും പോരായ്മകളും നിൻ്റെ എല്ലാവിധമായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിലേക്കും ഒന്ന് എത്തി നോക്കി ഉപേക്ഷിക്കേണ്ടതിനോട് ഉപേക്ഷ വയ്ക്കുവാൻ തക്ക വിധം, ആർജിച്ചെടുക്കേണ്ടതിനെ ആർജിച്ചെടുക്കുവാൻ തക്ക വിധം ഈ വേദഭാഗം കരുത്ത് പകരട്ടെ, ശക്തി പകരട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം നേർന്നുകൊണ്ട് പ്രാർത്ഥനാപൂർവം പുത്തൂർ കുടിലിൽ ജയ്മോനച്ചൻ.